ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ ടൈമിൽ ഉണ്ടാക്കിയ കുറേ കൺസ്ട്രക്ഷൻസ് ആണ്. ഇവിടെ അടിപൊളി വ്യൂ കിട്ടും കേട്ടോ. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം നോക്കാം. എല്ലാ റോഡും കൊടുത്ത സാധനങ്ങളൊക്കെ എങ്ങനെ തന്നെയാണ്. കണ്ടോ കണ്ടോ വഴി കണ്ടോ. ഒരു കാറ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പം രാവിലെ ആയി റെഡി ആയി കൊണ്ടുവന്ന. പക്ഷേ ഉറങ്ങിനാ? തണുപ്പുണ്ടായിനാ? കൊതുകുണ്ടായിട്ടല്ല? ആ എന്തുണ്ട്? പക്ഷേ ഒരാള് ഇവിടെ പുറപ്പെല്ലാം മടക്കി വെക്കുന്നുണ്ട്. ആ മടക്കി, സോറി. എന്നിട്ട് ഉറങ്ങിനാ നല്ല വൃത്തിക്ക്? രാവിലെ വിളിച്ചിട്ട് 8 മണിയാകുമ്പോൾ വിളിച്ചിട്ട് എണീക്കാൻ ഞാൻ ഉറങ്ങി. ഇതാ നിന്നെ അവിടെ വെച്ചിട്ട് ഇതാ ഇവനാളാണ്. അതിനൊക്കെ ഒരു ഡോറ് പോലും ഇല്ല. അതെയാ, നീ നല്ല ഉറക്കാൻ. ഞാൻ രാവിലെ 7 മണിക്ക് എണീച്ചിട്ട് ഞാൻ വിളിച്ചു. നീ നല്ല ഉറക്കാനാ? എന്തിന്റെ തണുപ്പുണ്ടായണാ? അതെയാ, ഇന്നലെ രാത്രിക്ക് അതാ ആ ഒരു ഹില്ല് കണ്ടില്ലേ, അവിടുത്തെ വീടും കാര്യങ്ങളും മൊത്തം ലൈറ്റപ്പ് ആയിട്ട് എന്നാ വ്യൂ എന്ന് പറയാം. പിന്നെ രാത്രിക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങില്ല, നല്ല തണുപ്പായിരുന്നു. നമ്മളെ വണ്ടി വെച്ച സ്ഥലം കണ്ട, ഇതാ ഈ വൈറ്റ് കാറിൻ്റെ പുറകിലുള്ള റോഡ് സൈഡിൽ തന്നെ വെക്കുള്ളൂ. പിന്നെ ഇവിടുന്ന് കാണും, അതൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. റൂം തൽക്കാലം ഇപ്പം വെക്കേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് വരും. എന്നിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ടെല്ലാം പോകും. ഏകദേശം എല്ലാം പാക്കഡ് തന്നെയാണ് സാധനങ്ങൾ. പിന്നെ നടന്നോ? ഓക്കെ, വാ. ഹോട്ടലിൻ്റെ പുറത്ത് തന്നെ ഒരു യൂണിയൻ ബാങ്ക് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഇവിടെ ATM ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്നലെ വർക്കിംഗ് ആയിരുന്നില്ല, പൈസ എടുക്കാൻ പോയി കിട്ടിയില്ല. ഇത് താഴോട്ട് പോയാലും മാൾ റോഡാണ്. മാൾ റോഡിൽ നിന്ന് കയറി വരുന്നിടയ്ക്കാണ് ഈ പിന്നെ നമ്മുടെ ഹോട്ടലുള്ളത്. വാ. പിന്നെ ഇവിടെ പറയാനുള്ളത്, ഇത് ലോണ്ടോർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതിൻ്റെ ഏറ്റവും പ്രത്യേകതയാണ് ഈ ഒരു ക്ലോക്ക് ടവർ. അതിൻ്റെ ശരിയായ വ്യൂ കാണിച്ചു തരാം. രാവിലെയായി, തിരക്കൊക്കെ തുടങ്ങി. ഇതാ കണ്ടോളൂ, ഇതാണ് ക്ലോക്ക് ടവർ. അടിപൊളിയല്ലേ? ഇതിൻ്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതാ ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ആൾക്കാരൊക്കെ വന്ന് ഇരിക്കുന്ന സ്ഥലമാണ് ഇത്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ ടൈമിൽ ഉണ്ടാക്കിയ കുറേ കൺസ്ട്രക്ഷൻസ് ആണ്. ഇവിടെ അടിപൊളി വ്യൂ കിട്ടും കേട്ടോ. താഴേക്ക് റോഡൊക്കെ പോകുന്നുണ്ട്. ഇതുവഴി ഡെറാഡൂണിലേക്കും അതുപോലെ ധനോട്ടിലും പോകാനുള്ള റോഡ് ഇതുവഴിയാണ് പോകുന്നത്. അടിപൊളി വ്യൂ ആണെന്ന് പറയാം. ഇതൊക്കെ ആ സമയത്ത് ഉണ്ടാക്കിയ സംഭവങ്ങളാണ്, ബ്രിട്ടീഷുകാരുടെ ടൈമിൽ ഉണ്ടാക്കിയതാണ്. ഈ ഒരു ഹോട്ടലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. രാവിലെ വന്നിട്ട് എല്ലാം നോക്കിയിട്ട് പോയി. കാരണം റൂമിൻ്റെ അടുത്ത് തന്നെ ഭക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവരെ കൂട്ടിയിട്ട് വരാനൊക്കെ എളുപ്പമായിരിക്കും. ഇതാണപ്പോൾ ക്ലോക്ക് ടവർ. ഇതാണ് നമ്മുടെ അതെയാ, ഇതാണ് നമ്മുടെ ക്ലോക്ക് ടവർ. ഇത് മസൂറിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഏറ്റവും ഒരു ഐക്കോണിക് ആയുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇത്. അതായത് 1800-കളിൽ ഉണ്ടാക്കിയതാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ ടൈമിൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണിത്. കളർ കണ്ടിട്ടാ? ഓ, ഫ്ലക്സിൻ്റെ. ഈ രാഷ്ട്രീയം പറയല്ല, രാഷ്ട്രീയം മൊത്തം ഈ രണ്ട് സാധനം നമ്മുടെ ചാനലിലല്ല. അതെയാ, ഓക്കെ. സാധനം കണ്ട അടിപൊളിയല്ലേ? നമുക്ക് ഇന്നലെ പോയ വ്യൂ പോയിന്റിൽ പോവാം. ആടാ ജസ്റ്റ് നടന്നിട്ട് വരാം. വിശക്കുന്നുണ്ടോ? അപ്പോൾ ഇതാണ് സംഭവം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവം കൂടിയാണ് ഈ ഒരു ലാൻഡോർ എന്ന് പറഞ്ഞ സ്ഥലം. ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ രണ്ട് തവണ മറ്റും ഇതിൻ്റെ റിനോവേഷൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഹൈറ്റിലാണ്. എവിടെ നിന്ന് നോക്കിയാലും ഈ സംഭവം കാണാൻ കൊണ്ട് പറ്റും. ഇതൊക്കെ റിനോവേറ്റ് ചെയ്ത് ഇതിൻ്റെ മെറ്റീരിയലൊക്കെ കണ്ടോ, മൊത്തം ടൈൽസ് പോലത്തെ എന്തൊരു സാധനമൊക്കെ ഇട്ടിട്ടാണ്.
ഇതുണ്ടാ ഞാൻ പറഞ്ഞ റോഡൊക്കെ ഇവിടെ നിന്ന് കിട്ടും. തേരി ബസ് സ്റ്റാൻഡിലേക്ക്, അതുപോലെ വേറ്റൂർ ധനോൾട്ടി, വേറ്റൂർ ഡെറാഡൂൺ എല്ലാ സാധനവും പോകാനുള്ള വഴിയൊക്കെ ഇവിടെയാണ്. ഓക്കെ, വണ്ടി ആൾക്കാരും മൊത്തം തിരക്കാണ് ഇവിടെ. ഇതിൻ്റെയൊക്കെ പാർക്കിംഗ്, ഇവിടെ ഒരു വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, 2 ലെയറായിട്ടാണ്. ഇവിടുത്തെ ഹോട്ടൽസിൻ്റെ ഒക്കെ പാർക്കിംഗ് ഏരിയ കോമൺ ആയിട്ട് ഇവിടെയാണ് വരുന്നത്. ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ചുമ്മാ ഒന്ന് നടന്ന് കാണാൻ. നല്ല വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ പോയാലും. നമ്മളിപ്പോൾ കയറി വന്നു ആ യൂണിയൻ ബാങ്ക്, താഴ്ന്ന് കണ്ട ആ യൂണിയൻ ബാങ്കിൻ്റെ അതേ വഴി തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. വലിയ പാർക്കിംഗ് ഏരിയ ആണ്. ഇതുണ്ട ക്ലോക്ക് ടവറിൻ്റെ ഈ സൈഡിലുള്ള വ്യൂ അടിപൊളിയല്ലേ? എവിടെ ഒന്ന് നോക്കിയാലും ഇത് കാണുന്നതെന്ന് പറഞ്ഞു. ഏത് ഏരിയയിൽ നോക്കിയാലും ഈ ഒരു സാധനം ഇങ്ങനെ ഉയർന്നിട്ട് കാണും. നല്ല ഹൈറ്റ് ഉണ്ട് സംഭവം. ഇതാ നമ്മൾ ഇപ്പോൾ അവിടുന്ന് ആ കണ്ട ആ ഒരു വ്യൂ പോയിന്റ് നമ്മൾ കുറച്ചുകൂടെ മുകളിലെത്തി. അടിപൊളിയല്ലേ വ്യൂ? ഇത് മഞ്ഞ് പോലെ ഉണ്ട്, തണുപ്പ് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. എടി ഇത് ബ്രിട്ടീഷുകാരുടെ ടൈമിൽ ഉണ്ടാക്കിയതാ കേട്ടോ. 1830-35 ആ സമയത്തൊക്കെ ഉണ്ടാക്കുക. കറക്റ്റ് അറിയില്ല, അത്രയും കാലപ്പഴക്കമില്ല സാധനം ഇത്. ഓക്കെ, അവിടെയൊക്കെ ഈ മലഞ്ചേരിയിലൊക്കെ ബിൽഡിങ്ങും ഹോട്ടൽസൊക്കെ ഉണ്ട്. കണ്ടോ ഇതുവഴി ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് ഇതുവഴി. എല്ലാം പാർക്കിംഗ് ഒക്കെ ഇവിടെ തന്നെ. താഴെ നോക്കറ വലിയ ഒക്കെയാണ് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം നോക്കറ. എല്ലാ റോഡും ഇവിടുത്തെ സാധനങ്ങളൊക്കെ എങ്ങനെ തന്നെയാണ്. ഇവിടെയൊക്കെ രാത്രിയൊക്കെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആയിരിക്കും. എന്താണ് മോനെ പറയുന്നത്? എവിടെയാ പോകുന്നത്? ഇല്ല. നീ തുള്ളണ്ട. അപ്പൊ ഇതാണ് ഇതിന്റെ വ്യൂ. ഓക്കെ, അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാ. രാവിലെ ആന്റിന്റെ കോഴി ഉണർന്നു. ഹോം മെയ്ഡ് സാധനം പോലെ പുട്ടിയിട്ട വയസ്സെത്തിയല്ല, ശരിയായ വയസ്സുള്ള ആളോ? ശരിയായ വയസ്സുള്ള ഒരു പെണ്ണുങ്ങളോ പാവം. അപ്പൊ ശരി, നമ്മളേതായാലും ഭക്ഷണം കഴിക്കാൻ പോട്ടെ. മണി അടിക്കുന്നുണ്ട് കണ്ടാ, ഇപ്പം വർക്കിംഗ് ആണ്. സമയത്ത് 9 മണിയായിട്ടുണ്ട്. വാ തോന്നോളൂ. അപ്പൊ നമ്മള് ഹോട്ടലിലുള്ള ഓർഡർ ചെയ്തിട്ടുണ്ട്. പൂരി സബ്ജിയാണ് ഓർഡർ ചെയ്തതിന്. വരാൻ പിന്നെ വെയിറ്റ് ചെയ്യാൻ. ചെറിയൊരു ഹോട്ടൽ കേട്ടോ, ഒരു ആൻറ്റി നടത്തുന്ന ഒരു ഹോട്ടലാണ്. ഏതായാലും മെനുവൊക്കെ ഇവിടെ ഉണ്ട് കൊടുത്തിട്ട്. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെയൊക്കെ ലിമിറ്റഡ് ഫെസിലിറ്റീസ് മാത്രമല്ലോ ഹോട്ടൽസൊക്കെ. ഈ ഒരു ഏരിയയിൽ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കരാ മാസ്കിൻ്റെ മേര ആപ്ക സുരക്ഷ ഹൗസ്, അടിപൊളിയല്ലേ? ഇപ്പം ആദ്യമായിട്ട് കാണുന്ന സംഭവം കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. പൂരി സബ്ജി 4 प्लेट वांगे ने 3 कर दियो, 3 कॉफी। हाँ जी, नहीं चाय नहीं चाहिए, बच्चे नहीं पीते. അപ്പോൾ നമ്മളെ സംഭവങ്ങൾ എത്തിയിട്ടുണ്ട്. പൂരി സബ്ജി ഇപ്പോൾ എല്ലാം ആക്കിയതാണ്. ഈ കറി അടക്കം, ആദ്യത്തെ കറി അടക്കം ഇപ്പോൾ ആക്കിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിച്ചു തുടങ്ങട്ടെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി നേരെ റൂമിലേക്ക് പോകും. ഇതാ നമ്മുടെ ക്ലോക്ക് ടവർ. നമ്മളതിന് പോകാൻ പോകുന്നത് ഇവിടെ ഒരു ക്രൈസ്റ്റ് ചർച്ച് ഉണ്ട്. അതും വളരെ പ്രസിദ്ധമായൊരു സംഭവമാണ് മസൂറിയിൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, റൂമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് അതിന് ശേഷമാണ് കെംപ്റ്റി ഫോൾ പോകുന്നത്. അപ്പോൾ ഏതായാലും ചർച്ചിൽ പോയിട്ട് കാണാം. ഇവിടുന്ന് ജസ്റ്റ് ഒരു 3.5 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ വഴിക്ക് തന്നെ പോകേണ്ടത്. നമ്മളിപ്പോൾ വന്ന വഴി തന്നെയാണ് പോകേണ്ടത്. ഓക്കെ, ഇതേ റൂട്ടിൽ തന്നെയാണ്. എന്നിട്ട് അവിടെ ചർച്ചിൽ പോയതിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്നതായിരുന്നു. ഓക്കെ, അയ്യോ ഒരു ചർച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വന്ന സ്ഥലം ഒരു രക്ഷയില്ല. അതാ കുന്ന്, നീട്ടം കുന്ന്. കയറാണെങ്കിൽ ഒരു വണ്ടിക്ക് പോകേണ്ട വഴിയുള്ളൂ. നിങ്ങൾ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം കേട്ടാ. അവിടെ നമ്മൾ തിരിച്ചു പോയാണ്. ഇല്ല പിന്നെ അതിന് മുകളിൽ കയറിയിട്ട് താഴെ ഇറങ്ങുമ്പോൾ ലേറ്റ് ആവും. അത് ബ്രിട്ടീഷുകാരുടെ കാലത്തെത്തി ഏകദേശം ഒരു 1836 കാലഘട്ടത്തിൽ എടുത്ത ഒരു ചർച്ച എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ ഇനി ഇവരും കൊണ്ട് റിസ്ക് എടുത്ത് പോകാമെങ്കിൽ അമ്മാര് വഴി ഒന്നും ഒരു രക്ഷയില്ല. ഞാൻ കാണിച്ചു തരാം. നോക്കിക്കേ റോഡ് എങ്ങനത്തെയാന്ന്. ഇതിപ്പോ കേറി വന്നത്
പിടിച്ചോട്ടു അങ്ങോട്ട് കൊണ്ടുപോകല്ലോ ഇനി വേഗം തന്നെ വിട്ടോ എല്ലാം അങ്ങോട്ടേക്ക് ചർച്ചിലേക്ക് വന്നിട്ട് എല്ലാവർക്കും പേരിട്ടില്ലേ മാപ്പ് പോക്കറ്റിൽ ഒരു ഇതാളെല്ലാം പേരാ അച്ഛൻ നല്ല റോഡാന്ന് പറഞ്ഞേ ചോദിച്ചത് അവർക്ക് ഇതെല്ലാം നല്ല റോഡല്ലേ കുന്നിന്റെ മേലെ താമസിക്കുന്നവർക്ക് കുന്നല്ലേ നല്ല റോഡല്ലേ പണി കാരണം എന്താ പറയാ ഇതും തപ്പിപ്പോയിരിക്കും എം ടി ഫാൾ പോലെ ഏറ്റവും ഏത് കപ്പിലേക്കും പോയാലും എടുക്കാൻ പറ്റുന്ന മനസ്സിലായി അത് ഊരാവെന്ന് വെച്ചിട്ടല്ലേ ഞാൻ ഓടിച്ചിട്ട് സമീലല്ല നമ്മളെ കയ്യില് 11 മണിയായി 11 മണി ചർച്ചും തപ്പി എത്തുമ്പോ 12 മണിയോ ആടുന്ന് ഇറങ്ങി എല്ലാം താഴെത്തുമ്പോ 2 മണിയോ 2 ബൈക്ക് തന്നെ സുഖമല്ലേ ഏത് സ്ഥലത്ത് കണ്ടോ വഴി കണ്ടോ നീ ഏത് ഗിയറിൽ ഇറക്കുന്നത് ഒരു കാറ് നമ്മള് അത്ര വരെ കേറ്റില്ല ശശിനെ സമ്മതിക്കണം വഴി കണ്ട എന്തൊരു വഴിയാന്നറിയാം ഒരു രക്ഷയില്ല കേട്ടാ കാണുന്നൊക്കെ സുഖം എന്റെ മോന്താണ് താല്പര്യം സിറ്റിന്റെ വ്യൂ കണ്ടാ അറിയുന്നുണ്ട് ആടെ സൈഡാക്കെന്റെ ചെന്നൈ ഇപ്പൊ കൂട്ടല്ല ഇപ്പുറം കൂട്ടല്ല അവിടെ ഇതുണ്ട് സ്റ്റെപ്പാണ് ഇപ്പുറം കൂട്ടല്ല കുറച്ച് അപ്പുറം കൂട്ട് നേരെ കൂട്ടണ ഇപ്പുറം കൂട്ടല്ലേ ഇത് സ്റ്റെപ്പ് അനിപ്പുറം അപ്പുറം കൂട്ടിക്കോ അതിനപ്പുറം കൂട്ടി ഇപ്പുറം കൂട്ടി ഫുള്ളടിച്ചോ ഇപ്പുറം കൂട്ട് അതപ്പുറം കൂട്ട് വ്യൂ പോയിന്റ് തേക്കോ നോക്കിയിട്ട് എഡിറ്റ് ചെയ്തോട്ടാ ഓൺ സൈഡായി കൊടുക്കുക അതുകൊണ്ട് പോ നമ്മളൊരു കുന്നിന്റെ മുകളിൽ പെട്ടുപോയി സത്യം പറഞ്ഞാൽ ഒരു ജസ്റ്റ് നിങ്ങളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഒരു വണ്ടിക്ക് കഷ്ടി പോകേണ്ട ഇതേ ഉള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വീതിയുണ്ട് അവിടെയെല്ലാം വെച്ചിട്ടാണ് സൈഡിലും കൊടുത്ത് പോകുന്നത് എന്നിട്ട് നമ്മൾ ആ ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞിട്ട് പോയതാണ് ഒരാളോട് വെച്ചിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല മോള് വരെ ഉണ്ട് റോഡാണെന്ന് അവരെന്താ ഉദ്ദേശിച്ചെന്നറിയില്ല പക്ഷേ ഫുള്ള് എന്തോ ഒരു ടൈൽസ് എന്താ മറ്റേ ഹോളോ ബ്രിക്സ് പോലത്തെ ഒരു സാധനമാണ് റോഡ് അതിങ്ങനെ കട ആണ് ഫുള്ള് ഫസ്റ്റിലെ കയറി ഇങ്ങനെയുള്ള സ്ലോപ്പാണ് അവസാനം മുകളിലെത്തിയിട്ട് പിന്നെ പേടിയാന്ന് വെച്ചാൽ ഈ ഏത് കൊമ്പനായാലും പേടിയാവും പിന്നെ നമ്മൾ പിന്നെ വലിയ എക്സ്പേർട്ടൊന്നും ആയില്ല ഡ്രൈവിങ്ങിന് അതുകൊണ്ട് പിന്നെ ആദ്യമായിട്ടൊന്ന് എടുത്ത് വന്നതാണ് കാറ് വാങ്ങിയിട്ട് പിന്നെ പുതിയ കാറുമല്ലേ അതുകൊണ്ട് പിന്നെ റിസ്ക് എടുക്കേണ്ട വെച്ചു എന്നിട്ട് അവസാനം മുകളിലെത്തിയിട്ട് അവസാനം യൂട്ടേൺ എടുത്ത് തിരിച്ചു വന്ന് വേറെ റൂട്ട് അതും പിന്നെ വലിയ എന്താ പറയണ്ട കണക്ക് തന്നെ പക്ഷേ എന്താ പറയുക അത്ര പോയത്ര റിസ്ക് ഉണ്ടായില്ല ഇറക്കായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല കയറ്റാന്ന് ആടെയെല്ലാം നിർത്തി നോക്കേണ്ടി വരും പിന്നെ അവിടുന്ന് ആദ്യം ഫസ്റ്റിലിട്ട് കയറ്റേണ്ട അവസ്ഥയാണ് അവസാനം പകുതി വെച്ച് നിർത്തി ആവില്ല അപ്പോൾ അങ്ങനെ ഒരു ചർച്ച് ഉണ്ടെന്ന് മാത്രം അറിയാം അത് നിങ്ങൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ പിന്നെ യൂട്യൂബ് ഇതിൽ വിക്കിയിൽ അടിച്ചു നോക്കിയാൽ മതി ഇല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും അത് വളരെ പുരാതനമായ ഒരു ചർച്ചാണ് ബ്രിട്ടീഷുകാർ പിന്നെ സമയത്ത് 1836 മറ്റോ എടുത്തതാണ് അതായത് ആ സമയത്ത് ഈ ഒരു ഹിമാലയൻ റീജിയണിലെ ഏറ്റവും ഫസ്റ്റ് പിന്നെ എന്താ പറയുക ക്രൈസ്റ്റ് ചർച്ചാണ് ആ ഒരു ചർച്ച് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു ഏരിയയൊക്കെ ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു അവരുടെ സുഖവാസ കേന്ദ്രങ്ങളായിരുന്നു ഓക്കെ ഇവിടുത്തെ തണുപ്പും കാലാവസ്ഥയിലായതുകൊണ്ടാണ് അവരിവിടെ കോളനി ആക്കിന് അപ്പോൾ അവരുടെ പഴയ കാലത്തെ ഒരുപാട് പിന്നെ നിർമ്മിതികൾ സാധനങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് അതെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ ഇത്രയും പറയുന്നുള്ളൂ ഓക്കെ നമ്മളിപ്പം കെംപ്റ്റി ഫാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് ഓക്കെ അപ്പോൾ ലേറ്റായി സമയം ഇപ്പം 12:30 അതും നല്ല ബ്ലോക്ക് കിട്ടി ഒരു 10-18 കിലോമീറ്റർ ഓടാനുണ്ട് കെംപ്റ്റി ഫാളിലേക്ക് അപ്പോൾ ഏതായാലും വഴിയിലിപ്പോൾ നിർത്തിയിട്ടുള്ള ഈ കാര്യം പറഞ്ഞിട്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ കുറേ സമയം പിന്നെ വണ്ടിയിൽ ഇരുന്നിട്ട് ബാക്കിൽ പിന്നെ പിള്ളേറിന് ഉറങ്ങിപ്പോയി ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഓക്കെ നമ്മളിനി അടുത്ത വീഡിയോ കെംപ്റ്റി ഫാളിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും
ടാറ്റാ.